ഫലസ്തീൻ വെടിനിർത്തൽ കരാറും ബന്ദികളെ കൈമാറലും അനിശ്ചിതത്വത്തിൽ തുടരവേ ഇസ്രായേൽ ലെബനൻ ലക്ഷ്യമിടുന്നതായി സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. ഷിയ ബന്ധമുള്ള ഹിസ്ബുള്ളയുമായി ഈയിടെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറുണ്ടാക്കിയിരുന്നു. 2 മാസത്തോളം നീണ്ട ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം 2024 നവംബർ 27-നാണ് ലെബനനിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. കരാർ വ്യവസ്ഥ പ്രകാരം 60 ദിവസത്തിനകം തെക്കൻ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറേണ്ടതായിരുന്നെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നൽകിയ സമയപരിധി ഈ ചൊവ്വാഴ്ച അവസാനിച്ച പശ്ചാത്തലത്തിലാണ് ഭാഗിക പിന്മാറ്റമെങ്കിലും ഉണ്ടായത്. തെക്കൻ ലെബനനിലെ 5 പോസ്റ്റുകളിൽ നിന്ന് പിന്മാറാനായിരുന്നു കരാർ. എന്നാൽ സൈന്യം പൂർണ്ണമായി പിന്മാറിയിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. വടക്കൻ മേഖലയിലെ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് കുറച്ച് സൈനികർ ലെബനനിൽ തുടരുന്നതെന്നാണ് ഇസ്രായേൽ മന്ത്രിമാർ നൽകുന്ന വിശദീകരണം. ലെബനനിലെ 5 തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇപ്പോഴും സേന തുടരുന്നതായാണ് സൂചന. ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ സേന ലെബനനിലെ ബഫർ സോണുകളിൽ തുടരുമെന്ന് പ്രതിരോധ മന്ത്രി കാറ്റ്സ് അറിയിച്ചു. അതിർത്തിയിൽ പുതിയ താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവിടേക്ക് കൂടുതൽ സൈനികരെ അയച്ചിട്ടുണ്ടെന്നും കാറ്റ്സ് പറഞ്ഞു. ലെബനനിൽ തുടരാൻ US അനുമതി നൽകിയതായി ഇസ്രായേൽ സേനാ വക്താവും അവകാശപ്പെട്ടു. ഇസ്രായേൽ സൈന്യം പിന്മാറുന്നിടങ്ങളിൽ ലെബനൻ സൈന്യം നിലയുറപ്പിക്കണമെന്നാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. ഇവിടെ ഹിസ്ബുള്ള താവളമാക്കാതിരിക്കാൻ വേണ്ടിയാണിത്. എന്നാൽ ലെബനൻ സൈന്യം ഇവിടെ എത്തുന്നില്ലെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. തങ്ങളുടെ സൈനികരെ എവിടെ വിന്യസിക്കണമെന്ന് തങ്ങൾക്കറിയാമെന്നും അത് ഇസ്രായേൽ തീരുമാനിക്കേണ്ടെന്നുമാണ് ലെബനൻ്റെ നിലപാട്. തങ്ങളുടെ മണ്ണിലെ ഇസ്രായേലിൻ്റെ ഏത് സാന്നിധ്യവും അധിനിവേശമായി കണക്കാക്കുമെന്നും ലെബനൻ വ്യക്തമാക്കി. സമയപരിധി അവസാനിച്ചിട്ടും ഇസ്രായേൽ സമ്പൂർണ്ണ സേനാ പിന്മാറ്റം നടത്താത്തതിൽ ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ആവുൻ ആശങ്ക പ്രകടിപ്പിച്ചു. പൂർണ്ണ സേനാ പിന്മാറ്റം നടത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടാൻ UN രക്ഷാസമിതിയെ സമീപിക്കുമെന്ന് അറിയിച്ചു. വടക്കൻ അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ലിതാനി നദിക്കരയിൽ ലെബനൻ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ പതിറ്റാണ്ടുകളായി ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമാണ്. ഈയിടെ നടന്ന ആക്രമണത്തിൽ ഇവിടെ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശമുണ്ടായെന്നാണ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ആവുൻ പറയുന്നത്. 1982-ൽ ഹിസ്ബുള്ള രൂപീകരിക്കപ്പെട്ട ശേഷം ഇത്ര ശക്തമായ ആക്രമണം നേരിടുന്നത് ഇതാദ്യമായിട്ടാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ 3960 പേർ ലെബനനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിലേറെയും സിവിലിയന്മാരാണ്. 10 ലക്ഷം പേർ വീടൊഴിഞ്ഞു പോയി. ഗസയിലെ യുദ്ധത്തിന് സമാന്തരമായി 2023 ഒക്ടോബർ മുതലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ലെബനീസ് അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത്. 2024 ഒക്ടോബറിൽ അത് പൂർണ്ണതോതിൽ യുദ്ധമായി പരിണമിച്ചു. യുദ്ധത്തിൽ തകർന്ന ലെബനൻ്റെ പുനർനിർമ്മാണത്തിനായി $1000 കോടി ചെലവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ.